ഇപ്പോഴത്തെ സ്ഥിതി ഈ രണ്ട് മക്കൾ രാജേഷിൻ്റെ മക്കളാണ്. അതോടൊപ്പം ഇവരുടെ അമ്മയെ രാജേഷിൻ്റെ ഭാര്യയെ കണ്ടു. കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അതിൻ്റെ ഒരു പരിശോധനയിലേക്കല്ല ഞാനിപ്പോൾ കടക്കുന്നത്. അങ്ങേയറ്റം അനാദരവാണ് നിർഭാഗ്യവശാൽ രാജേഷിൻ്റെ മരണശേഷം ആ ശരീരത്തോട് കാണിച്ചത്. ഒരു തരത്തിലും നമ്മുടെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപരനു വേണ്ടി ജീവൻ നൽകിയ ഒരു മനുഷ്യനെ എല്ലാം മറന്ന് ആദരിക്കുന്ന സമൂഹമാണ് കേരളീയ സമൂഹം. ആ കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇനി വേണ്ടത് ഈ കുടുംബത്തിൻ്റെ സംരക്ഷണമാണ്. രാജേഷിൻ്റെ കുടുംബം അനാഥമാകാൻ പാടില്ല. ആ കാര്യത്തിൽ നേരത്തെ സംസ്ഥാനം സ്വീകരിച്ച മാതൃകകളുണ്ട്. ഇതുപോലുള്ള അവരിനു വേണ്ടിയുള്ള ജീവത്യാഗത്തിൽ സംസ്ഥാനം സ്വീകരിച്ച മാതൃകകൾ പിന്തുടരാൻ സർക്കാർ തയ്യാറാകണം. അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും നല്ലതാണ്. ഇപ്പോൾ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ചാൽ രാജേഷിൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എടുക്കേണ്ടി വന്ന കടങ്ങളുണ്ട്. 1-2 ബാങ്കിൽ ആ കടം ഡ്യൂ ആയി കിടക്കുന്നുണ്ട്. അത് തിരിച്ചടക്കുന്നതിനുള്ള സഹായം സർക്കാർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കുടുംബത്തിൻ്റെ സംരക്ഷണം, ആ കാര്യത്തിൽ രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അത് അടിയന്തരമായും സർക്കാർ തീരുമാനിക്കണം. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ഈ ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തിന് രാജേഷിൻ്റെ വേർപാടിൻ്റെ ഭാഗമായി മറ്റൊന്നുകൊണ്ടും ആ വേർപാട് നികത്താനാകില്ലെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് രാജേഷിൻ്റെ ഭാര്യയുടെ ജോലിക്കാര്യം പെട്ടെന്ന് തന്നെ തീരുമാനിക്കാൻ സർക്കാരിനാവണം. അതോടൊപ്പം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടത്തുന്നതിന് തുറന്നുള്ള സഹായം ഉറപ്പുവരുത്തണം. അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. രണ്ട് കുട്ടികളുടെയും തുറന്നുള്ള വിദ്യാഭ്യാസത്തിന് സർക്കാർ പിന്തുണ ഉറപ്പാക്കാനാവും. അതോടൊപ്പം ഇപ്പോൾ രാജേഷ് താമസിക്കുന്ന വീട്, നാം എല്ലാവരും ആ വീട് കണ്ടു. അത് കാലോചിതമായി നല്ല വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. എന്ത് ചെയ്താലും അതൊന്നും രാജേഷിൻ്റെ കാര്യത്തിൽ അധികമാകില്ല. അത്രയും വിലപ്പെട്ട ഒരു ജീവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ ബലി കൊടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇത് നാം പൂർണ്ണമായി ഉൾക്കൊള്ളണം. അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് സർക്കാർ പെട്ടെന്ന് തന്നെ നടപടികൾ നീക്കണം എന്നതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. കാര്യം മാത്രമാണ് ഇപ്പോൾ ക്യാബിനറ്റിൽ പറഞ്ഞത്. അപ്പോൾ അത് പ്രതിപക്ഷ നിലയിൽ അങ്ങ് സീനിനോടൊരു ആവശ്യം മുന്നോട്ട് വെക്കുമോ? ഈ മറ്റു കാര്യങ്ങൾ ഞാൻ ഈ പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമായും പിന്നെ പറയുന്നതിന് എനിക്ക് വിഷമമുണ്ടാവില്ലല്ലോ. ഇപ്പോൾ പരസ്യമായി പറഞ്ഞു. ഇനി വ്യക്തിപരമായി പറയണമെങ്കിൽ ആ പറയുന്ന നിലയിൽ ഞാൻ സ്വീകരിക്കുന്നതാണ്. അതിൽ വേറെ നിലപാടെനിക്കില്ല.